വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ. എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഇവിടെ നിന്ന് ഒന്ന് കടക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. മുസ്താങ്ങിലെ സമുദ്രനിരപ്പിൽ നിന്ന് 3500 മീറ്റർ ഉയരത്തിലുള്ള ഒരു മരുഭൂമി പ്രദേശത്ത്, സ്നോ ഡെസേർട്ട് പ്രദേശത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ എത്തിപ്പെടുകയും അവിടെ സ്നോ ലെപ്പേർഡുകളെ പേടിച്ച് ഓടേണ്ട ഒരു അവസ്ഥയും വന്നു. അതിനുശേഷം കാലിന് ചെറിയൊരു പണി കെട്ടി നമ്മൾ കാഗ്ബിനി എന്ന സ്ഥലത്ത് റെസ്റ്റിന് ശേഷം വീണ്ടും യാത്രകൾ തുടങ്ങാനുള്ള ഒരു പ്ലാനിലാണ്. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ അതേ കാഗ്ബനിയിൽ തന്നെയാണുള്ളത്. ഈ ഒരു മലനിരകളും നോക്കി രാവിലെ തന്നെ ഒരു ചൂടുവെള്ളവും അതുപോലെ തന്നെ ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. ബിസ്ക്കറ്റും കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാക്കുകയാണ്. അതിനുശേഷം ഉണ്ടല്ലോ നമുക്കിന്ന് പുതിയ കാഴ്ചകളിലോട്ട് പോകണ്ടേ, തപ്പി ഇറങ്ങണ്ടേ. ഇനിയിപ്പോൾ എങ്ങോട്ടേക്കാണ് വേണ്ടതെന്നുള്ളത് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം വേണം നമുക്ക് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. കാലിൻ്റെ വേദന അത്യാവശ്യം ഒരു കുറവുണ്ട്, കുഴപ്പമില്ല. കല്ലി നമ്മൾ വീണ്ടും യാത്ര തുടങ്ങുന്നു. എല്ലാവർക്കും പുത്തൻ എപ്പിസോഡിലേക്കും പുതിയ കാഴ്ചകളിലൂടെയൊക്കെ ഉണ്ടല്ലോ വീണ്ടും സ്വാഗതം. അടുത്ത യാത്രയ്ക്കായിട്ട് നമ്മൾ തയ്യാറാകുന്ന സമയത്തുണ്ടല്ലോ നമ്മളുടെ അന്തരീക്ഷവും പതുക്കെ മാറി തുടങ്ങുന്നുണ്ട്. ഞാൻ താഴെ വന്ന് ഒരു ചായ കൂടി കുടിച്ചപ്പോഴത്തേക്ക് എന്താണ് ഇവിടുത്തെ കുട്ടികളൊക്കെ ഹലോ, എല്ലാവരും ഇന്ന് അവധിയാണല്ലോ, അതുകൊണ്ട് എല്ലാവരും കളിക്കാനായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ലോകത്തിൻ്റെ ഏത് സൈഡിലും പിള്ളേർക്ക് ഇഷ്ടമുള്ള കാര്യം ഇതൊക്കെയാണ് കേട്ടോ. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വീട്ട് ഉപകരണങ്ങൾ, അതിൻ്റെ സാധനങ്ങൾ, അതിൽ കുക്കും മണ്ണപ്പം ചുട്ട് കളിക്കുന്ന പരിപാടിയൊക്കെ. ടാറ്റാ ബൈ ബൈ. ഇതാണ് കേട്ടോ ദീദിയുടെ കൊച്ച ഇവിടുത്തെ. ടാറ്റ. 1 വയസ്സായിട്ടുള്ള കേട്ടോ ആൾക്ക്. അപ്പോൾ എന്തായാലും ഞാൻ രാവിലെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. കാലാവസ്ഥ ഇവിടെ മാറി കേട്ടോ. കണ്ടങ്ങൾ നമ്മൾ കണ്ട ആ ഒരു മലനിരയിലൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ മഞ്ഞ് വീഴ്ച തുടങ്ങിയിരിക്കുന്നു. നീൽഗിരി മൗണ്ടൻസ് ആണ് കേട്ടോ. അതെ, ശരിക്കും നമ്മുടെ ഈ ഒരു ടൗണിനുണ്ടല്ലോ ഇതിന് നേരെ മതിൽ കെട്ടിയതുപോലെയാണ് കേട്ടോ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആ ഒരു മലനിരയെ. കാല് ഓക്കെയാണ്, പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ അല്ല. ചവിട്ടുമ്പോൾ ഒരു വേദന വരുന്നുണ്ട്. പക്ഷേങ്കിൽ ഇങ്ങനെ ഈ ഒരു തണുപ്പത്ത് ഇങ്ങനെ ഇരുന്നിട്ടും കാര്യമില്ല, നമുക്ക് മുമ്പോട്ടേക്ക് തന്നെ പോയിട്ട് കാര്യമുള്ളൂ. ഈ ഒരു നാട്ടിലെ പിള്ളേർ പഠിക്കുന്ന സ്കൂൾ ശ്രീ ജനശാന്തി സെക്കൻഡറി സ്കൂൾ ഇതാണ്. നിങ്ങൾക്കറിയാലോ ഈ ഒരു സമയത്ത് ഇപ്പം വിൻ്റർ വെക്കേഷനാണ്, പിള്ളേർക്കൊന്നും ക്ലാസ് ഇല്ല കേട്ടോ. അവിടെ നിന്നൊരു ദീദി വിളിക്കുന്നുണ്ട്. ഞാൻ പക്ഷേ യഥാർത്ഥമായ ടൂറിസ്റ്റ് അല്ല, ഇങ്ങനെ സാധനങ്ങളൊന്നും വാങ്ങുന്ന ടൂറിസ്റ്റ് അല്ല എന്നുള്ളത് ഇവർക്കറിയില്ലല്ലോ. ഞാൻ അങ്ങനെ ദീദിയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നേരെ ദീദിയുടെ ഷോപ്പിലേക്ക് നടന്നു. കൂട്ടത്തിൽ എനിക്ക് അവരോട് സംസാരിക്കാൻ കൂടി ചെയ്യാം. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഓരോ സ്ഥലങ്ങളുടെ വീഡിയോ ചെയ്യുന്നതാണ്. ഇത് കണ്ടതിന് ശേഷം ഇങ്ങോട്ടേക്ക് മറ്റു പല ടൂറിസ്റ്റുകളും വരും. അങ്ങനെ ടൂറിസ്റ്റുകൾ വരുമ്പോൾ നിങ്ങൾക്കും കച്ചവടം കൂടും എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദീദി ഉണ്ടല്ലോ ഇവിടെ സാധനങ്ങൾ, അതുപോലെ തന്നെ നമ്മളുടെ ഇത് കണ്ടോ നിങ്ങൾ ആ ഒരു ക്യാ പോലത്തെ സാലിഗ്രാം കണ്ട. നമ്മുടെ സാലിഗ്രാം ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും ഫോസിലാണ് കേട്ടോ, പഴയ കാലത്തെ ജീവി. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്ത് ഇഷ്ടം പോലെ छोटा आता है. अच्छा अच्छा, मेरे इधर बड़ा विकुന്നുണ്ട്. ये आप कितना का बेचता है ये वाला? इसमें तो छोटा सा है, ऐसा होता है. वो कितना का बेचता है इसका? हाँ, हमारा रेट फर्क होता है 100 से ऊपर. 100 രൂപ മുതലാണ് കേട്ടോ ഇതിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. ഏറ്റവും ചെറിയതിന് 100 രൂപയ്ക്ക് കിട്ടും കേട്ടോ. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുണ്ടല്ലോ ഈ ലാവാ പ്രവാഹത്തിനുള്ളിൽ കുടുങ്ങിപ്പോയ ജീവികൾ പിന്നീട് ഫോസിലായി മാറിയതാണ് സാലിഗ്രാം. കണ്ട ഈ ഒരു ഭാഗത്തുനിന്ന് ഇവർ ഇഷ്ടം പോലെ സാധനങ്ങൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കിയാൽ സബ് നാച്ചുറൽ ആണ്. ശരിക്കും ഇവിടെ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ടാണ് താഴോട്ടേക്കൊക്കെ കൊണ്ടുവരുന്നത് ഈ സാലിഗ്രാമേ. എന്നാലും ഇപ്പോൾ ഇവിടെ അത്യാവശ്യം വിലക്കുറവായിരിക്കും, മേലെ എത്തുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വിലയാകും. അച്ഛാ നൈസ്. ഞാൻ നിങ്ങളെ കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് ഇത് കുഴിച്ചെടുക്കുന്ന ആ ഒരു പറമ്പും കാണിച്ചു തന്നായിരുന്നു. ഓക്കെ, ശിവലിംഗം പോലെയുള്ള രൂപത്തിലൊക്കെ വിശ്വാസമാണ് കേട്ടോ ഇതല്ലേ ഇവരുടെ. ഈ പണ്ട് ഉണ്ടായിരുന്ന ശംഖ് പോലത്തെ സാധനമൊക്കെ ഇല്ലേ, അതെല്ലാം ഈ ഒരു കല്ലിനടിയിലായിട്ട് ഓക്കെ നൈസ്. ഇങ്ങനെ ഉണ്ടാകും കേട്ടോ. ശരിക്കുണ്ടല്ലോ പ്രാക്ടിക്കലി ഈ ഒരു ഭാഗത്തൊക്കെ വരുമ്പോൾ തണുപ്പിനെ പ്രതിരോധിക്കണമെങ്കിൽ ഇവരെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഹോം മെയ്ഡാണ് ഈ ഒരു ടൈപ്പ് ഡ്രസ്സുകളാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഞാൻ പല ആൾക്കാർ ഇങ്ങനെ ടൂർ വരുന്ന പല ആൾക്കാരും ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ നിന്ന് വലിയ ബ്രാൻഡഡ് ഇപ്പം ഡീകാത്ലോണിൻ്റെയൊക്കെ വലിയ പൈസയുടെയൊക്കെ സാധനങ്ങൾ വാങ്ങി ധരിച്ച് വരുന്ന ആൾക്കാരെ കാണലുണ്ട്. ശരിക്കും അതിൻ്റെ അകത്ത് കിട്ടുന്നതിനേക്കാളും കംഫർട്ടും ചൂടും ഇതുപോലുള്ള സാധനങ്ങൾ കിട്ടും കേട്ടോ. ഈ ഒരു സോക്സൊക്കെ കണ്ടെങ്കിൽ -ഡിഗ്രിയിൽ ഇതൊക്കെ ഇട്ടെങ്കിലേ സാധനം നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റത്തുള്ളൂ. ഇതുവരെ ഹാൻഡ് മെയ്ഡ് ചെയ്യുന്നതാണ്. എത്ര 650 രൂപയാണ് കേട്ടോ ഇതിന് വരുന്നത്. എല്ലാം ഹാൻഡ് മെയ്ഡാണ്.
ഞാൻ ഉണ്ടല്ലോ ആ ചേച്ചി കുറേ പറഞ്ഞപ്പം ഒരു ആഫ്രിക്കേറ്റിൻ്റെ പാക്കറ്റ് വാങ്ങി 50 രൂപയെ. അവർക്ക് ഇപ്പോഴും പ്രത്യേകിച്ച് ടൂറിസ്റ്റ് ഒന്നും വരാത്തതുകൊണ്ട് കച്ചവടമൊന്നുമില്ല. നമസ്തേ. കച്ചവടക്കാരായിട്ടുള്ള ചേച്ചിമാരിതാ ഇവിടെയുണ്ട്. ഇതെല്ലാം ഇവരുടെ കച്ചവട സാധനങ്ങളാണ് കേട്ടോ. വെയിൽ വരുമ്പോഴാണ് ഇവർ പുറത്തേക്ക് വരുവേ. കൈസേ ഹേ ടീക്ക് അബി ടൂറിസ്റ്റ് കാ സീസൺ നയ്യേനാ? ഇപ്പോൾ ഓഫ് സീസണാണ് ഇവർക്ക്. അവരെന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ മേലെ മല ചൂണ്ടിയിട്ടേ ഇന്ന് ചിലപ്പോൾ വൈകുന്നേരം മഞ്ഞ് വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എവിടെയാണ് പെട്ടെന്ന് എത്തേണ്ടതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എത്തിക്കോ എന്ന് പറഞ്ഞു കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം കാലാവസ്ഥ പെട്ടെന്ന് മാറാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞേ. ഇവിടെ നിന്നൊരു തൂക്കുപാലം ഉണ്ടല്ലോ, ഇതാ കറങ്ങി അതുവഴി അപ്പുറത്തെ ഒരു ഗ്രാമം, ഈ പുഴയുടെ അപ്പുറം ഒരു ഗ്രാമമുണ്ട്, ആ ഒരു ഗ്രാമത്തിലേക്ക് പോകുന്നുണ്ട്. നാക്കൊന്നും വഴങ്ങി കിട്ടുന്നില്ല. അജാതി തണുപ്പ് എൻ്റെ പൊന്നെ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കാണാത്തവർക്കായിട്ട് നമ്മൾ ശരിക്കും മുക്തിനാഥ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്ന് ഗ്രാമങ്ങളിലൂടെ നടന്ന് ഇങ്ങനെ താഴോട്ടേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം കാഗ്ബനി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് നമ്മളിപ്പം റൈറ്റ് നൗ ഉള്ളത്. ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ നടക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. ശരിക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു അഡ്വഞ്ചർ ആയിരുന്നു. ഒരു മരുഭൂമിയുടെ ഇടയിൽ പെട്ടുപോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ ഒരു മൈനസ് തണുപ്പിലൊക്കെ അത്യാവശ്യം കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്ത വീഡിയോകളാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കൂടെ തന്നെ ഉണ്ടാവുക. നമ്മൾ നേരെ എത്തിയേക്കുന്നത് ഇതാ വിശാലമായ ആ ഒരു നദിയുടെ തീരത്തേക്കാണ്. നദിയുടെ തീരം ഇവിടെയുള്ള ഒരു ഗ്രൗണ്ട് പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അവർ പറഞ്ഞത് സത്യമാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അത് നോക്കി നിങ്ങൾ, ആകാശം ഇരുണ്ട് മൂടിയാണ് തുടങ്ങിയേക്കുന്നത്. അങ്ങ് ആ മലയുടെ മേലെ നല്ല രീതിക്ക് മഞ്ഞ് പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഓടിവായോ. സമയം ഇപ്പോൾ ഉണ്ടല്ലോ ശരിക്കും 10:30 ആയി കേട്ടോ. ഇവിടെ അതിരാവിലെ നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എണീറ്റ് പോകുന്ന പോലെ പോകാൻ പറ്റില്ല. കാരണം വെയിൽ വന്ന് ഒരു 9 മണി 9:30 ആകുമ്പോഴാണ് വെയിൽ വന്ന് ഈ ടാങ്കിലെ വെള്ളമൊക്കെ പൈപ്പിലൊക്കെ ഉള്ള വെള്ളമൊക്കെ ഒന്ന് ഉരുകി നമുക്ക് ബാത്റൂമിൽ പോകാൻ പറ്റുന്ന രീതിയിൽ വെള്ളം കിട്ടുന്നത്. അപ്പോൾ അതിന് ശേഷം മാത്രമേ നമുക്ക് തയ്യാറായിട്ട് ഇറങ്ങാനും പറ്റത്തുള്ളൂ. പിന്നെ വെയിലുണ്ടെങ്കിലേ നമുക്ക് ഈ ഒരു നടത്തവും കാര്യങ്ങളും പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ വൻ തണുപ്പെന്ന് പറഞ്ഞാൽ ഭീകരമായ തണുപ്പാണ്. ഇതാ ടൗണിലോട്ട് ഒരു വണ്ടി വരുന്നുണ്ടോ. ഈ വണ്ടി അങ്ങോട്ട് റിട്ടേൺ ആണ് പോകുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്കൊന്ന് ചോദിച്ചു നോക്കായിരുന്നു അടുത്ത ഗ്രാമത്തിലെങ്ങാനും പോകുമെന്നുള്ളത്. ശരിക്കും നമ്മളീ നിന്ന കാഗ്ബനി എന്ന് പറയുന്ന ഗ്രാമം ഉണ്ടല്ലോ, ഇത് ഈ ഒരു നദിയുടെ തീരത്താണ്. ഈ ഒരു മുക്തിനാഥിലേക്കൊക്കെ പോകേണ്ട വണ്ടികൾ ഇത് അങ്ങ് ആ ഒരു മേലെ കാണുന്ന ലെയർ ഉണ്ടോ, ആ ഒരു വഴിയാണ് പോവുക. അത്യാവശ്യം മലയുടെ മേലെയാണുള്ളത്. ഈ ഒരു ഗ്രാമത്തിലോട്ട് പറഞ്ഞെങ്കിൽ ഇതുപോലെ ഈ ഒരു വഴി കൂടി ഇറങ്ങി വന്ന് അതിലേ കയറി വേണം ആ ഒരു മെയിൻ റോഡ് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇതുവഴി നടക്കുമ്പോൾ നമുക്ക് അധികം വണ്ടികളൊന്നും കാണാനുള്ള ചാൻസ് ഉണ്ടാവില്ല. കാരണം മേലെ വഴി തന്നെയാണ് അധികം വണ്ടികളും പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതുവഴി കറങ്ങി നടന്ന് മേലെ എത്തിയേ പറ്റത്തുള്ളൂ. അങ്ങ് മേലെ കുത്തനെ റോഡിൽ നിന്നും വണ്ടിയൊക്കെ പോകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടേ. ഇങ്ങനെ കുത്തനെ കയറി പിടിച്ചാൽ നമുക്ക്, പക്ഷെ ഇത് ഉരുളങ്കല്ലായതുകൊണ്ടാണ് നല്ല രീതിക്ക് വീഴും. ഉരുളിട്ട് നമ്മൾ താഴ്ത്ത് വീഴും. മല കയറി ടോപ്പ് എത്തുമ്പോഴത്തേക്കുണ്ടല്ലോ ഇവിടെ നമ്മളെ കാത്തിരിക്കുന്നത് കൊടിയ കാറ്റാണ്. പതുക്കെ ആ ഒരു കാറ്റിൻ്റെ ഇത് തുടങ്ങി ഈ ഒരു വാലിയുടെ ഇത് കണ്ടെങ്കിൽ ഇതാ പുഴയുടെ ആ ഭാഗങ്ങൾ അതുവഴിയാണ് താഴേ എന്നുള്ള കാറ്റ് മേലോട്ടേക്ക് അടിച്ചു കയറുന്നത്. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും കമൻറ്റും നമ്മളുടെ വീഡിയോ മറ്റുള്ള ആളുകളിലേക്ക് റീച്ച് ആകാൻ എത്രമാത്രം സഹായിക്കുന്നു എന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണം. ഒടുവിൽ നടന്ന് നമ്മളിതാ ആ ഒരു മെയിൻ റോഡിനടുത്തേക്ക് എത്തി. മുക്തിനാഥ് മേലോട്ടേക്ക്, ഹോട്ടൽ കർമാലി, കാഗ്ബനി ഇടത് സൈഡിലേക്ക്. ഇതാണ് ആ സ്ഥലം. ഒരു ബൈക്ക് കിട്ടി വന്നത്. ഓക്കെ, ക്യാൻ യു ഡ്രോപ്പ് മീ ഓൺ ജോംസം? യാ. താങ്ക് യു സോ മച്ച്. കറക്റ്റ് ടൈമിൽ നമ്മളിവിടെ എത്തിയോണ്ടേ നമുക്ക് വണ്ടി കിട്ടി കേട്ടോ. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്നല്ലേ പറയാറ്. അതുപോലെ നമ്മളുടെ സമയം ഒത്തു വന്നപ്പോൾ കിട്ടിയതാണ് കേട്ടോ ഇവരെ. ഇങ്ങനെ നമ്മൾ വഴിയിൽ കാണുന്ന ഓരോരുത്തരും നമ്മളെ മറ്റ് ചില കാഴ്ചകളിലേക്കും മറ്റ് ചില അനുഭവങ്ങളിലേക്കും കൊണ്ടെത്തിക്കാറുണ്ട്. ഇവരെ നമ്മൾ കണ്ടത് അതുപോലെ എന്തെങ്കിലും വ്യത്യസ്തമായ അനുഭവങ്ങളിലേക്കായിരിക്കാം എന്നൊരു പ്രതീക്ഷയാണ്. അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നമുക്ക് വഴിയെ കണ്ടറിയാം കേട്ടോ. എന്തായാലും ഹോണ്ടയുടെ ഒരു അഡ്വഞ്ചർ ടൈപ്പ് വണ്ടിയാണ് ഇവർ യൂസ് ചെയ്യുന്നത്. ജോംസങ് എന്ന മസ്താങ്ങിൻ്റെ പട്ടണത്തിലേക്കാണ് അവരെന്നെ ഡ്രോപ്പ് ചെയ്തത്. സബീൻ काठमांडू से है ना? हम सारा काठमांडू से. कितना लोग हैं आप लोग? हम 6 लोग. ഇവരെല്ലാം ബൈക്ക് എടുത്ത് ഇവിടെ കറങ്ങാനായിട്ട് വന്നതാണ്. ഇവർ അപ്പർ മസ്താങ്ങൊക്കെ പോയിട്ട് വന്നതാണ് കേട്ടോ. മുസ്താങ് ഒരു സ്വർഗ്ഗമാണെങ്കിൽ അതിൻ്റെ ഏറ്റവും സ്വർഗ്ഗതുല്യമായ സ്ഥലമാണ് ഈ ഒരു അപ്പർ മസ്താങ് റീജിയൻ. അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ സ്പെഷ്യൽ പെർമിറ്റും അതുപോലെ തന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ള എൻട്രി ഫീ ഉണ്ട്. ഭയങ്കര തണുപ്പാണ്, പിന്നെ നല്ല കാറ്റുമാണെന്നാണ് കേട്ടോ ഇവർ പറഞ്ഞത്. പക്ഷേ കാഴ്ച അവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞേ. നൈസ് ടു മീറ്റ് യു ഗൈസ്. ओके, सुधी. सुधी यूट्यूब चैनल है. हाँ,
ഞാനുണ്ടല്ലോ നേരെ വന്നേക്കുന്നത് ജോംസമിൻ്റെ പ്രധാനപ്പെട്ട ഈ ഒരു ടൗൺ ഏരിയയിലാണ്. കഴിഞ്ഞ ദിവസം നിങ്ങളെ ഞാൻ ദൂരേന്ന് കാണിച്ചു തന്ന ആ ഒരു എയർപോർട്ടില്ലേ, ഇതാ ഞാൻ അടുത്ത് നിന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ജോംസമിൻ്റെ എയർപോർട്ട്. കുഞ്ഞ് എയർപോർട്ടാണ് കേട്ടോ. ഇവിടെ പിന്നെ ഉണ്ടല്ലോ ഹെലികോപ്റ്റർ സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹെലികോപ്റ്ററിൽ വരേണ്ട ആളുകൾക്ക് പൊക്കറിൽ നിന്ന് ഹെലികോപ്റ്ററിൽ വരാം, പക്ഷേ എപ്പോഴൊന്നും ഇല്ല കേട്ടോ. കാത്മണ്ഡുവിൽ നിന്ന് റൈഡ് ചെയ്താണ് കേട്ടോ ഇവർ അപ്പർ മസ്താങ്ങിലേക്ക് എത്തിച്ചേർന്നത്. ബൈ ബൈ, फिर मिलेंगे. ഓക്കെ, കാത്മണ്ഡു ആയേക്കാം മേ. ബൈ ബൈ. അപ്പോൾ വായോ, നമുക്കിനിയിപ്പം നേരെ ഈ ഒരു ടൗണിൽ കൂടി ഇങ്ങനെ നടന്നിട്ട് ഇതിൻ്റെ താഴെ ഇവരിപ്പോൾ എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നെയാണ് മറഫ എന്ന് പറയുന്നൊരു വില്ലേജ് ഉണ്ട്. വരുന്ന വഴിക്ക് നമ്മൾ ആ ഒരു വില്ലേജിൻ്റെ സൈഡ് വഴിയാണ് പാസ് ചെയ്ത് വന്നത്, പക്ഷേ നമ്മൾ വില്ലേജ് കയറിയില്ലായിരുന്നു. മറഫ അടിപൊളിയാണെന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് കാണണ്ടേ മറഫ? എനിക്കും കാണണം മറഫ. ഇവിടെ മഞ്ഞ് പെയ്യാൻ തുടങ്ങി കേട്ടോ. അതാ അവിടെയെല്ലാം മേലെയെല്ലാം മഞ്ഞായ. നടന്നു തുടങ്ങിയപ്പോഴാണ് കേട്ടോ. അത് നോക്കി നിങ്ങൾ ഒരു ഹെലികോപ്റ്റർ എന്ത് കാണുന്നുണ്ടോ? അയ്യോ, എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. ഇവിടെ സൗണ്ട് വെക്കുന്നുണ്ടല്ലോ, ക്യാമറ കാണുന്നില്ല. അതെ, എന്താ ഒരു ഹെലികോപ്റ്റർ പറന്ന് വരുന്നുണ്ട്. ഇവിടെ ഇറങ്ങില്ല എന്നുള്ളത് അറിഞ്ഞൂടാ. നോക്കാം, ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ഹെലികോപ്റ്റർ അടുത്ത് കാണാം. ഇല്ല, അവൻ്റെ പോക്ക് കണ്ടിട്ട് ഇവിടെ ഇറങ്ങാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ടല്ലോ അപ്പർ മസ്താങ് നമ്മളുടെ ചൈന ബോർഡറില്ലേ, അവിടെ നിന്നും വരുന്നതാണ് കേട്ടോ. നമ്മളിപ്പോൾ വരുമ്പോൾ കണ്ട ആ ഒരു ടാർ റോഡില്ല, ആ റോഡ് നേരെ പോകുന്നത് അപ്പർ മസ്താങ്ങിലേക്കാണ്. എയർപോർട്ടിന് പുറത്ത് തന്നെ ഇതാ ഇവിടുത്തെ പ്രധാനപ്പെട്ട എയർലൈനാണ് ഈ താര എയറും അതുപോലെ തന്നെ യതി എയർലൈൻസ്. ഇവരുടെ ബുക്കിംഗ് ഓഫീസ് ഇതാ ഇവിടെ നമുക്ക് കാണാം. നമ്മുടെ നീൽഗിരി മൗണ്ടൻ നിറഞ്ഞു മഞ്ഞായി കേട്ടോ. നോക്കി, ഓ മൈ ഗോഡ്. ഇവിടെ മാർക്കറ്റിലുണ്ടല്ലോ പ്രധാനമായിട്ടും ടൂറിസ്റ്റുകളെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മാർക്കറ്റൊക്കെ ഉണ്ട്. ഇത് ഈ ഒരു ഭാഗത്തെ ആപ്പിള്, ഇത് ആപ്പിൾ ഉണക്കി വെച്ചേക്കുന്നത്, അതുപോലെ തന്നെ ആപ്രിക്കോട്ട്, പിന്നെ ഇവിടുത്തെ രാജ്മയുടെ പല ടൈപ്പുള്ള ദാലുകൾ ഒക്കെയുണ്ട്. പിന്നെ യാക്കിൻ്റെ രോമം, ഇതുണ്ടല്ലോ പ്രധാനമായിട്ടും അലങ്കാര വസ്തുവായിട്ട് വീടിന് മുമ്പിൽ ഇവരിങ്ങനെ തൂക്കിയിടുന്നതാണ് കേട്ടോ. ഇത് പിന്നെ ഇവിടുത്തെ ചോളം, ചുവന്ന ചോളവും അതുപോലെ തന്നെ വെള്ളം കൂടി മിക്സാണ്. നൈസ്. ജോംസം മാർക്കറ്റ് കണ്ടോ നിങ്ങൾ? അത്യാവശ്യം കുറേയധികം ഹോട്ടലുകളുള്ള, പ്രധാനമായിട്ടും ടൂറിസ്റ്റുകൾക്ക് വേണ്ട സംഗതികളൊക്കെ ഉള്ള ഒരു ടൗൺ ഏരിയയാണ്. നമ്മൾ ആദ്യമേ വന്നപ്പോൾ നിന്ന ജോംസമിൻ്റെ ആ ഒരു ഗ്രാമപ്രദേശം കണ്ടില്ലേ, ആ ഒരു ഗ്രാമഭംഗി ഇവിടെ ഇല്ല. ഇവിടെ പട്ടണ ഭംഗിയാണ് കേട്ടോ. ഇവിടുത്തെ മാർക്കറ്റിലെ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഫ്രൂട്ട്സ് ഇനം എന്ന് പറയുന്നത് ആപ്പിളാണ് കേട്ടോ. ഇത് കണ്ടോ, ഗ്രീൻ ആപ്പിളുണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ ഗോൾഡൻ ആപ്പിൾ, ആ ഒരു സാധനമാണ്. പിന്നെ ആപ്പിൾ ഉണക്കിയത്. ഓക്കെ, ഇവിടെ പിന്നെ ബാക്കിയുള്ള പഴങ്ങളൊക്കെ, അതായത് പഴം പോലുള്ള, ഇവർ പഴമൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ്, അതെല്ലാം താഴെ നിന്ന് കയറി വരണം. അതിനൊക്കെ വൻ റേറ്റാണ്. പിന്നെ ഇവിടെ ഉണ്ടല്ലോ ഈ ഒരു അപ്പർ മസ്താങ് ഭാഗത്തെ പലതരത്തിലുള്ള ട്രെക്കിങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ട എക്യുപ്മെൻറ്റ്സ് റെൻറ്റിന് കൊടുക്കുന്നത്, വാങ്ങാൻ പറ്റുന്നത്, കൂടാതെ ബൈക്ക് റെൻറ്റിന് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വന്ന് ബൈക്ക് റെൻറ്റിന് എടുത്തിട്ടുണ്ടല്ലോ ഈ അപ്പർ മസ്താങ് സൈഡ്, മുക്തിനാഥ് സൈഡൊക്കെ പോകുന്ന ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്. വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ബൈക്കുകാർ റൈഡേഴ്സ് വന്നിട്ടുണ്ട്. ഹായ്, യാ ഫ്രം वेस्ट बंगाल. ओके, कोलकाता से. उधर से बाइक लेके आ रहे क्या? अच्छा, बढ़िया. कितना दिन हो गया? 5 दिन. अभी किधर जा रहे? मुक्तनाथ जा रहे. अच्छा, बढ़िया. ഓക്കെ, അപ്പോൾ അവർ മുക്തനാഥ് അങ്ങ് കൊൽക്കത്തയിൽ നിന്ന് വന്ന ആൾക്കാരാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട പലവിധപ്പെട്ട ബാങ്കുകൾ, വെസ്റ്റേൺ യൂണിയന്, പിന്നെ ATMകൾ ഒക്കെ ഈ ഒരു ഭാഗത്തുണ്ട്. ഇതാ നമ്മൾ ഈ കാണുന്നതാണ് കേട്ടോ ജോംസം എയർപോർട്ടിൻ്റെ കവാടമേ. അതിൻ്റെ കവാടത്തിൻ്റെ അവിടെ നിന്നുണ്ടല്ലോ നേരെ ബാക്ക് സൈഡിൽ നോക്കി ഞങ്ങൾ നമ്മളുടെ നീൽഗിരി മൗണ്ടൻസ്. പക്ഷേ എനിക്ക് ഒരു സംശയമുണ്ട്. ഞാൻ മുക്തിനാഥിൻ്റെ അവിടെ നിന്ന് അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള മൗണ്ടൻ ചോദിച്ചപ്പോഴും നീൽഗിരി മൗണ്ടൻ എന്നാണ് പറഞ്ഞത്. മേ ബി ഈ ഒരു റേഞ്ചിനെ ആയിരിക്കും മൊത്തത്തിൽ ഇവർ നീൽഗിരി എന്നായിരിക്കും പറയുന്നുണ്ടാവും കേട്ടോ. ജോംസമിൻ്റെ ടൗണിൻ്റെ ബാക്ക് സൈഡിലുള്ള മലകൾ ഇത് കണ്ടോ നിങ്ങൾ? ഇത് ശരിക്കും ഉണ്ടല്ലോ നമ്മളുടെ ലഡാക്കിലോട്ട് പോകുമ്പോഴുള്ള ലാമായൂരു ഇല്ലേ, ലാമായൂരുവിലുള്ള ടൈപ്പ് മണ്ണുകളാണ് മൂൺലാൻഡ് എന്നറിയപ്പെടുന്ന ലാമായൂരു. സമയം തോന്നുന്നില്ല നിങ്ങൾക്ക്? ഇവിടെ പിന്നെ ഉണ്ടല്ലോ പെട്രോള് ഡീസലൊക്കെ വാങ്ങേണ്ടത് ഇതുപോലുള്ള ഷോപ്പുകളിൽ നിന്നാണ്. ഞാൻ നടന്ന് നമ്മളുടെ ടൗണിന് പുറത്തെത്തി. ഇനിയിപ്പോൾ വീണ്ടും താഴോട്ടേക്ക് പോകണം നമ്മളുടെ മർഫ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് എത്താനേ. ഇവിടെ കണ്ടോ നിങ്ങൾ, നമ്മളുടെ ബജാജ് കമ്പനിക്ക് ഇവിടെയും ഷോറൂം ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു പൾസർ 220 ഒക്കെ ഈ ഒരു നേപ്പാളിലും വൻ രീതിയിൽ ഹിറ്റാണ്. ഹീറോയുടെ എക്സ്പൾസ് വണ്ടി ഇവിടെ വൻ ഹിറ്റാണ്. അതുപോലെ തന്നെ നമ്മളുടെ റോയൽ എൻഫീൽഡും ഇവിടെ ഹിറ്റാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തുണ്ടല്ലോ മസ്താങ് എക്കോ മ്യൂസിയം ഒക്കെ ഉണ്ട്, 1992 പണി കഴിപ്പിച്ച്. പക്ഷേങ്കിൽ ഇപ്പം ബിക്കോസ് ഓഫ് ടൂറിസ്റ്റ് ഇല്ലായ്മ
ക്ലോസ്ഡ് ആണ് കേട്ടോ. എന്തായാലും ഉണ്ടല്ലോ, ഈ നല്ല കാറ്റത്ത് ഇവിടെ നിന്ന് താഴോട്ടേക്ക് നടക്കുമ്പം എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ട്. ഇത്രയും നാളും ഈ നാട്ടുകാർക്കൊരു പരാതിയായിരുന്നു, ഇവിടെ കാർമേഘങ്ങൾ വരുന്നില്ല, മഞ്ഞ് പെയ്യുന്നില്ല എന്നൊക്കെ ഉള്ളത്. നോക്ക് നിങ്ങൾ, ഇതിൽ കൂടുതൽ എന്തോരം കാർമേഘങ്ങളും മഞ്ഞും ഇവർക്ക് കൊടുക്കേണ്ടത്. കണ്ടില്ല നിങ്ങളിതാ, ഇവിടെയെല്ലാം നല്ല രീതിക്ക് മേലഭാഗത്തൊക്കെ മഞ്ഞ് പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പതുക്കെ പതുക്കെ അത് താഴോട്ടേക്ക് ഇറങ്ങി വന്നോളൂ. നമ്മളെ ഏൽപ്പിച്ച പരിപാടി തീർന്നിരിക്കണം. ഇനി അടുത്ത സ്ഥലം, മഞ്ഞില്ലാത്ത മഴ പെയ്യാത്ത ഏത് സ്ഥലമാണുള്ളത്, അങ്ങോട്ട് പോകാം. ഓ എന്താ നീലഗിരി മൗണ്ടനെ, ഇതൊക്കെ നീ വല്ല അറിയുന്നുണ്ടോ? ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. നമ്മൾ ഇന്ത്യക്കാർക്ക് ലഡാക്കിലേക്കുള്ള ബൈക്ക് റൈഡ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നേപ്പാളിലുള്ളവർക്ക് മസ്താങ്ങിലേക്കും അപ്പർ മസ്താങ്ങിലേക്കുമുള്ള ബൈക്ക് റൈഡ് കേട്ടോ. വിദേശികൾക്കുള്ള എൻട്രി ഫീ ആണ് കടുപ്പം. നമ്മളെ പാസ് ചെയ്തോണ്ടല്ലോ നേപ്പാളിലെ റൈഡേഴ്സ്. ഇതാ റിട്ടേൺ റൈഡ് ഇവിടെ വന്നിട്ട് റിട്ടേൺ തിരിച്ചു പോകുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാം. ഞാൻ പോകുന്ന ഓരോ വഴിയിലും മഞ്ഞും മഴയും പെയ്യുമ്പോൾ പണ്ട് എനിക്കതൊരു കൗതുകമായി തോന്നിയെങ്കിലും ഇനിയിപ്പം ഞാനെങ്ങാനും ആണോ യഥാർത്ഥമായിട്ടുള്ള മറ്റ് ഋഷ്യശൃംഗൻ? നിങ്ങളൊക്കെ പറഞ്ഞ കമൻറ്റ് സത്യമാകുവാണോ ദൈവമേ? നടന്ന് കുറേ ഇങ്ങോട്ടേക്ക് എത്തിയപ്പോഴത്തേക്ക് ഇത് അങ്ങ് താഴെ ഭാഗത്തായിട്ട് എനിക്ക് തോന്നുന്നു അതായിരിക്കണം മർഫ വില്ലേജിൻ്റെ ഒരു പകുതി, കുറച്ച് ഭാഗം നമുക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കാറ്റിന് നല്ല രീതിയിൽ ശക്തിയായി, നല്ല തണുപ്പ്. ഇങ്ങനെ തണുത്ത് വരച്ച് വെക്കുന്ന ഈ നാട്ടിൽ ആളുകൾ കുളിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് നിങ്ങൾ സ്റ്റീം ബാത്ത്, അതായത് നമ്മളുടെ ആവിയില്ലേ, ആവിക്കകത്ത് കുളിക്കുന്ന പരിപാടി ഇത് അവിടെയുണ്ട്. സ്റ്റീം ബാത്തിൻ്റെ സെൻറ്ററാണ് ആ കാണുന്നത്. ആ സ്റ്റീം ആകുമ്പോൾ അത്യാവശ്യം ചൂടുണ്ടാവില്ല. അന്നേരം ഈ തണുപ്പ് സമയത്ത് സ്റ്റീം ആണെങ്കിൽ വിഷയമൊന്നുമില്ല, കുളീൻ്റെ കാര്യം നടക്കും. എന്നാൽ തണുപ്പ് അത്ര ഇല്ലതാനും. എങ്ങനെയുണ്ട്? നല്ല പരിപാടിയല്ലേ? പക്ഷെ നമുക്ക് ആശ്വസിക്കാനുള്ള ഭാഗം ഇല്ല കേട്ടോ. ഇത് സിയാങ് എന്ന് പറയുന്ന വില്ലേജാണ്, മർഫയല്ല. മർഫ ഇനിയും താഴോട്ടേക്ക് പോകണേ. കാറ്റിൻ്റെ ശക്തി നല്ല രീതിക്ക് കൂടുന്നുണ്ട്, തണുപ്പ് നല്ല കട്ടിക്കാവുന്നുണ്ട്. വെയിലിപ്പോൾ ഒരു പൊടിക്ക് പോലും കാണാനില്ല, ഫുള്ള് കാർമേഘമായേ. ഈ ഗ്രാമത്തിലൊക്കെ ഉണ്ടല്ലോ ഏക്കർ കണക്കിന് ഏരിയയിൽ ആപ്പിളിൻ്റെ കൃഷി നമുക്ക് കാണാൻ പറ്റുമേ. ഈ ഒരു മേഖലയിലെ ആളുകളുടെ പ്രധാനപ്പെട്ട വരുമാനം ആപ്പിൾ കൃഷിയാണെന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവൂലേ. നമ്മൾ കഴിഞ്ഞ ദിവസം പോയ ദുംബ ലേക്കില്ലേ, ആ ഒരു ദുംബ ലേക്കിലേക്ക് പോകാനുള്ള വഴി ഇതാ വിടുന്നുണ്ട്. ഇവിടെ 45 മിനിറ്റ് കാണിക്കുന്നുള്ളൂ. ശരിക്കും ഇതാ ആ കാണുന്ന മലയുടെ ആ ഒരു താഴ്വരയിൽ അവിടെയാണ് ദുംബയുള്ളത്. നമ്മളവിടെ പോയി വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ എപ്പിസോഡ് ഒന്ന് നോക്കിയാൽ മതിയേ. നോക്കണം കേട്ടോ, നിങ്ങളൊക്കെയാണ് നമ്മുടെ സപ്പോർട്ട്. UP എന്നൊക്കെയുള്ള വണ്ടികൾ ഇതാ ടൂറിസ്റ്റുകളുമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ടൂറിസ്റ്റുകളുമായിട്ടില്ല, അവർ UP നിന്ന് വണ്ടി എടുത്ത് ഇവിടെ കറങ്ങാനായിട്ട് വന്നതാണ്. പൊന്നെ, ഒരു വലിയ കൊടുങ്കാറ്റ് വിത്ത് പൊടി വന്നെയാണ്. എൻ്റെ മോനെ, ഞാൻ വിചാരിച്ചു എന്നെ പൊക്കിക്കൊണ്ടുപോയിന്ന്. ഇതാണ് അവസ്ഥ, കാറ്റ് തുടങ്ങിയാൽ ഇവിടെ കേട്ടോ. ഓ ദൈവമേ, വീണ്ടും താങ്ക് യു അഗൈൻ. കറക്റ്റ് ആ ഒരു കാറ്റ് വന്നപ്പോൾ തന്നെ പുറകെ വരും വന്നു കേട്ടോ. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞ കാര്യം എന്തിനാണെന്നുള്ളത് മനസ്സിലായില്ലേ? കറക്റ്റ് ഈ ഒരു സമയത്ത്, ഈ ഒരു തണുപ്പത്ത്, ഈ ഒരു കാറ്റത്ത് ഞാൻ കുടുങ്ങിപ്പോകാതെ എന്നെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ മുമ്പേ നടന്നു വന്നപ്പോൾ ഇവരെ അവിടെ വെച്ച് കണ്ടതും അവരെനിക്ക് ലിഫ്റ്റ് തന്നതും. എന്തായാലും യാത്രകൾ ഇങ്ങനെയാണ് കേട്ടോ. നമുക്ക് അപ്രതീക്ഷിതമായിട്ട് ഇതുപോലുള്ള പല പല സൗഹൃദങ്ങൾ വന്നു ചേരും. ഇവർ പല കാഴ്ചകളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. നമ്മൾ കുറച്ച് അങ്ങോട്ട് പോയപ്പോഴത്തേക്കുണ്ടല്ലോ അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. ആ ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കുകയാണ്, അത് അടച്ചിട്ടാണുള്ളത്. അപ്പോൾ തിരിച്ച് വീണ്ടും വേറൊരു വഴി കറങ്ങി പോകാൻ വേണ്ടി അവർ പറഞ്ഞു കേട്ടോ. അങ്ങനെ വേറൊരു വഴി കറങ്ങാനായിട്ട് നമ്മൾ വീണ്ടും തിരിക്കുക. അപ്പോൾ നോക്കുമ്പോൾ ഇതാ രാജസ്ഥാനിൽ നിന്നുള്ള വേറെ റൈഡേഴ്സേ. ഇവരിതാ നേപ്പാളിൻ്റെ അതുപോലെ തന്നെ ഇന്ത്യയുടെയും ഇത് വെച്ചിട്ടാണ്, ഫ്ലാഗ് വെച്ചിട്ടാണ്. ഓ ദേഖേ ഇതാ ഇവിടെ നോക്ക് നിങ്ങൾ. ഹായ്, ക്യാ നാമേ? ഗബ്രു. ആ ഒരു പട്ടീനെ കണ്ടാണ് കേട്ടോ ഇവർ ട്രിപ്പ് വന്നേക്കുന്നത്. ഗബ്രു, അവന് തൊപ്പി കെട്ടി കൊടുത്തേക്ക് നോക്കി. आप लोग राजस्थान से? अच्छा, मैं केरला से. हाँ मालूम मेरा दोस्त है. अच्छा बढ़िया. घूमते रहते मैं. നല്ല പട്ടിക്കെല്ലാം തണുക്കുന്നുണ്ടാവും. ഓക്കെ ചലിയേ. ഇവിടെ നമ്മുടെ വണ്ടിക്ക് സ്നോയി ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ സ്നോ ഇതാ വന്ന് വീഴുന്നുണ്ട് കേട്ടോ നമ്മുടെ മേത്തൊക്കെ ആയിട്ട്. നൈസ്. ഇവിടെ വണ്ടിക്ക് എന്തോ പറ്റി. ബാറ്ററി ലോ ആയി.
എന്തായാലും കൊള്ളാം. ഓരോരോ ആൾക്കാർ എങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യുന്നതെന്ന് കണ്ടില്ലേ നിങ്ങൾ? പട്ടീനം കൊണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നും പട്ടീനം കൊണ്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ ട്രാവലായിട്ട് ബൈക്കിലൊക്കെ ആൾക്കാരെ. പുള്ളിയുടെ വണ്ടി ഏതാണെന്ന് കണ്ടോ? നമ്മളുടെ TVS XL100. ഹായ് ഹായ് കൈസേ? കേരള സേ. ബൈക്ക് വീണ്ടും റെഡി ആയിട്ടില്ല. അതിൻ്റെ എന്തോ ഒരു ലൂസ് കണക്ഷനാണ് കേട്ടോ ബാറ്ററി എന്നുള്ളത്. അങ്ങനെ നമ്മളുണ്ടല്ലോ ഇതാ മാർഫയിലേക്ക് എത്തി. വണ്ടി അവർ തൽക്കാലം ഫ്യൂസ് ഒന്ന് സെറ്റാക്കിയിട്ട് നേരെ ആ മേലെയുള്ള ബജാജിൻ്റെ ഷോറൂമില്ലേ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അതൊന്നും മുഴുവനായിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. കാരണം ഓഫ് റോഡല്ലേ, അപ്പം അഡ്ജസ്റ്റ്മെൻറ്റ് സെറ്റ് നടക്കത്തില്ല. വാ, മാർഫയുടെ കവാടം കണ്ടോ നിങ്ങൾ? നൈസ്, പഴയ കവാടം, പഴയ റോഡ്. ഈ മാർഫയിലും ഇതാ കണ്ടോ നിങ്ങൾ? മെയിനായിട്ട് ആപ്പിൾ ഫാംസ് തന്നെയാണ് ഇതുള്ളത്. ഈ ഒരു ഭാഗത്ത് മസ്താങ്ങിലെ മാർഫ ആപ്പിൾ വളരെ ഫേമസ് ആണ് കേട്ടോ. ഇതൊക്കെ ഇതാ ഇവിടുത്തെ ഒരു പഴയ ബിൽഡിങ്ങുകളൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മളെ മെയിൻ റോഡ് വിട്ടിട്ട് ഉള്ള ഏരിയയിലുള്ള റൂട്ടിൽ കൂടിയാണ് വരുന്നത്. ഇവർ ആക്ച്വലി ഉണ്ടല്ലോ ഇന്നലെ വന്ന സമയത്ത് ഇവിടെയാണ് ഇവർ സ്റ്റേ ചെയ്തത്. വാവ്, നൈസ്. हाँ हाँ, रात में बहुत ലൈറ്റ് ആനൊക്കെ बहुत സുന്ദരം होता है ना. രാത്രിയിൽ ഇവിടെ നല്ല ലൈറ്റൊക്കെ വരുന്നു. അന്നേരം ഇപ്പം കാണാൻ വേണ്ടി ഭയങ്കര രസമാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഉണ്ടല്ലോ बहुत നേപ്പാളി ഫിലിം ഇതർ ഷൂട്ട് ചെയ്യാനാ. കുറേ നേപ്പാളി സിനിമകൾ ഈ ഒരു ഭാഗത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടില്ല നിങ്ങൾ? വാ, നൈസാണ് കേട്ടോ. हाँ हाँ हाँ, वो प्रेइंग फ्लाई के साथ ये बिल्डिंग का കളർ ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേക്കും നോക്കി നിങ്ങൾ സംതിങ് ഒരു നല്ലൊരു ഫീലുണ്ട് കേട്ടോ കാണാനായിട്ട്. നൈസ് വാക്കിംഗ് സ്ട്രീറ്റ് ആണ് കേട്ടോ. ഇപ്പോൾ പിന്നെ തണുപ്പായതുകൊണ്ടാണ് അധികം ആൾക്കാരൊന്നും കാണാത്തത്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇറങ്ങുമായിരിക്കും. നമുക്കെന്തായാലും ഇന്നത്തെ ദിവസം ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ ഒരു മാർഫ വില്ലേജ് കുറച്ചും കൂടി ടൂറിസ്റ്റുകൾക്ക് കൊമേഴ്ഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു വില്ലേജാണ് മാർഫ. അപ്പം ടൂറിസം സാധ്യതകൾ അല്ലെങ്കിൽ കാണാനായിട്ടുള്ള ഭംഗിയൊക്കെ ഒരുപാടുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ മാർഫയുടെ രാത്രിമുഖം എങ്ങനെയാണ് എന്നുള്ളൊരു കാഴ്ചയെ നമുക്ക് ഇവിടെ നിൽക്കുവാണെങ്കിൽ കാണാൻ പറ്റും. വാവ്, യാക്കിൻ്റെ തലയാണ് അവിടെ കണ്ടത് നമ്മൾ. ഓ, ഇതാ ഇവിടെ ഈ ഒരു കടയുടെ മേലേക്ക് ഉണ്ട് കണ്ടോ നിങ്ങൾ? യാക്കിൻ്റെ തല വെട്ടി വെച്ചേക്കുന്നത് മമ്മിഫൈഡ്. ബോത്ത് റൈഡേഴ്സ് ലോക ആരേനാ, റൈഡേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ ഒരുപാട് പേര് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഇവരുടെ ഹോട്ടൽ ഇവരിവിടെയാണ് എടുത്തതെന്ന് പറഞ്ഞ റൂമേ. ഞാൻ എന്തായാലും കുറച്ച് നടന്ന് റൂമൊക്കെ ഒന്ന് ചോദിച്ചിട്ട് വരാം. ഇത്രയും സുന്ദരമായിട്ടുള്ള മർഫ എന്ന ഗ്രാമം ശരിക്കും ഇവരെ ഞാൻ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ എനിക്ക് മിസ്സായി പോയേനെ ചിലപ്പോൾ. ഓക്കെ, നൈസ് ടു മീറ്റ് യു ടു. താങ്ക്സ് ഫോർ വിസിറ്റിംഗ് Nepal. താങ്ക്സ് ഫോർ ദ ലിഫ്റ്റ്. ഓക്കെ, ഇവരെന്തായാലും ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് എവിടെയെങ്കിലുമൊക്കെ റൂമുകൾ നോക്കിയിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാം കേട്ടോ. എന്നാ ഒരു ഭംഗിയല്ലേ ശരിക്കും. ഞാൻ ആ ബൈക്കിന് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ലേ. മാർഫ നമ്മൾ പോകുമ്പം ആ ഒരു ഭാഗത്തുള്ള മെയിൻ റോഡ് വഴിയെ പോയതാണ്. അപ്പോൾ നമ്മൾ മാർഫ കണ്ടുകയാണ്. ആ മെയിൻ റോഡിൽ ഒന്നുമില്ല, വെറും കോൺക്രീറ്റ് ബിൽഡിങ്. പക്ഷേ അകത്തോട്ട് കയറിയപ്പോൾ ശരിക്കും ഞാൻ അതിശയിച്ച് പോയി കേട്ടോ. പ്രത്യേകിച്ച് ആ ബൈക്കുമായിട്ട് ആ കവാടം കടന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ശരിക്കും എൻ്റെ കയ്യിൽ ഡിഫറൻ്റ് ആണ്. എന്തായാലും നമുക്ക് ഇന്നത്തെ ദിവസം ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ അടിക്കുക. എന്നിട്ട് രാത്രിയിൽ ഈ മർഫ ഉണ്ടല്ലോ ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ കാണാൻ ഭയങ്കര രസമാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഈ ഒരു ഭാഗത്തെ പ്രധാനപ്പെട്ട സിനിമകളൊക്കെയും പല ഭാഗങ്ങൾ സോങ് അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ കുറച്ചധികം എക്സ്പ്ലോർ ചെയ്യണ്ടേ. ടിബറ്റൻ ഭാഷയിലെ 2 വാക്കുകൾ കൂടിച്ചേർന്നാണ് മർഫ എന്ന വില്ലേജ് നാമമുണ്ടായത്. മർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടുപ്പമുള്ളതെന്നും ഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ എന്നതാണ് അർത്ഥം. അതായത് കടുപ്പമുള്ള ജനങ്ങൾ എന്ന് വെച്ചാൽ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളുള്ള ഗ്രാമം എന്നതാണ്. നേപ്പാളിൻ്റെ തക്കാളി ട്രൈബൽ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. ബുദ്ധിസ്റ്റ് വിശ്വാസമാണ് ഇവിടെ കൂടുതലും നിലകൊള്ളുന്നത്. ആപ്പിൾ കൃഷിയാണ് ഇവിടെയുള്ള ആളുകളുടെ മെയിൻ. ഇവിടെ ഉണ്ടല്ലോ ഇത് അങ്ങ് ആ ഒരു മലയുടെ മേലെയായിട്ട് മർഫ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ നിങ്ങൾ? മർഫ. അത് കൂടാതെ ദാ അവിടെയായിട്ട് ഇത് അങ്ങ് ആ മലയുടെ മേലെ വെൽക്കം ടു മർഫ എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ട. വെൽക്കം ടു മർഫ. അവിടെ എന്തോ ഒരു പാറ, എന്തോ പ്രാർത്ഥനാലയം സംതിങ് എന്തോ ആണെന്ന് തോന്നുന്നു. അങ്ങ് അവിടെയും കാണുന്നുണ്ട്. അങ്ങോട്ടേക്കൊരു ഹൈക്കിംഗ് ഒക്കെ ഉണ്ട്. ഹൈക്കിംഗ് പാതയൊക്കെ നമുക്ക് താഴെ കൂടി കാണാൻ പറ്റുന്നുണ്ട്. നൈസ്. ഇവിടേക്ക് ശരിക്കും നമ്മൾ വന്നില്ലായിരുന്നെങ്കിൽ നഷ്ടമായി പോയേനെ, നല്ല നഷ്ടമായി പോയേനെ കേട്ടോ. ശരിക്കും റോഡ് വഴി പാഞ്ഞു പോകുന്നവർക്ക് ഒരിക്കലും ഈ ഒരു വ്യൂ കിട്ടത്തില്ല കേട്ടോ, ഈ ഒരു കാഴ്ചയും കിട്ടത്തില്ല. അപ്പോൾ റോഡില്ലാതെ ഉള്ളേരിയയിലോട്ട് കയറുമ്പോൾ ഇതുപോലത്തെ പല സാധനങ്ങളും മുമ്പ് നമുക്ക് പല സ്ഥലങ്ങളിലും ഈ മെയിൻ റോഡിൽ കൂടി പോയ സമയത്ത് നഷ്ടമായിട്ടുള്ളത് ഉണ്ടാകുമായിരിക്കണം. എന്തായാലും മർഫ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ.
ഇവരുടെ കൃഷിക്കും മറ്റും ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു ജീവിയാണ് യാക്ക്. എന്നിരുന്നാലും അതിൻ്റെ തല വെട്ടി അവർ വീട് അലങ്കരിക്കും. എന്താ ഇവിടെ കണ്ടോ നമ്മുടെ ടയർ കൊണ്ടുണ്ടാക്കിയേക്കുന്ന കസേര. കൊള്ളാലോ. ഇതിങ്ങനെ ഒരു ടയർ തുറന്നു എടുത്ത് ഇതിങ്ങനെ ഇവിടെ കയർ കൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ട് ഇതിവിടെ ടയർ മുറിച്ചിട്ട് അതിൻ്റെ അവിടെ അങ്ങനെ കെട്ടി ഈ പിടിഭാഗമൊക്കെ കണ്ടോ, നൈസ്. ഇങ്ങനെ ഉപേക്ഷിച്ച ടയർ കൊണ്ട് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ശരിക്കും ഈ ഒരു ടിബറ്റൻ ഭൂട്ടാൻ ആ ഒരു ശൈലിയിലാണ് ഇവിടുത്തെ കടകളൊക്കെ ഉള്ളത്. എല്ലാ കടകളുടെയും സാധനങ്ങളൊക്കെ ഉള്ളിലേക്കാണ് വെച്ചേക്കുന്നത്. കാരണം പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തണുത്ത് വിവരം അറിയും. കൂടാതെ പെട്രോൾ വേണ്ടവർക്ക് പെട്രോൾ ഇവിടെ ഉണ്ടേ. ഈ വെട്ടിവെച്ചേക്കുന്ന യാക്ക് പണ്ട് ഈ ഒരു ഹിമാലയൻ മലനിരകളിൽ കുതിച്ച് അങ്ങോട്ട് നടന്നവനാണ്. ഇവനിപ്പം കാഴ്ചവസ്തുവായി ഇവൻ്റെ തല. സുവനിയർ ഷോപ്പുകൾ ടൂറിസ്റ്റുകളെ ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഒരുപാടെണ്ണം നമുക്കിവിടെ കാണാൻ പറ്റും. എല്ലാം കൈത്തറിയാണ് കേട്ടോ ഇവിടുത്തെ ഉണ്ടാക്കിയേക്കുന്ന സാധനങ്ങളൊക്കെ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞില്ലായിരുന്നോ, ഈ പ്രേയിങ് ഫ്ലാഗുകളാണ്, നമസ്തേ, പ്രേയിങ് ഫ്ലാഗുകളാണ് ഈ ഒരു സ്ഥലത്തിന് ഒരു പ്രത്യേക വേറൊരു കളർഫുൾ കൊടുക്കുന്നത്. അല്ലെങ്കിൽ വെറും വെള്ളയും ഇതും മാത്രം യൂണിഫോമിറ്റി വരുന്നതിനെ ആ ഒരു കളറിന്. പക്ഷേ അതും കൂടി വരുമ്പോഴത്തേക്കും കുറേ ഭയങ്കര കളർഫുള്ള് രസമുണ്ട് ഇല്ലേ? നോക്കി ഞങ്ങൾ ഇവിടെ നിന്നുള്ള ഒരു ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ധോളഗിരി ബേസ് ക്യാമ്പ് ട്രെക്കിങ്. അതിൻ്റെ ആദ്യത്തെ ദിവസം 3900 മീറ്ററിലെത്തും. രണ്ടാമത്തെ ദിവസം 4930 മൂന്നാമത്തെ ദിവസം 5200 ബേസ് ക്യാമ്പിലേക്ക് എത്തുക. ഇതുവഴിയാണ് പോകേണ്ടത്. ധോളഗിരി നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളുടെ മുക്തിനാഥിൻ്റെ അവിടെ നിന്നൊക്കെ, ജോങ് വില്ലേജിൽ നിന്നൊക്കെ ഞാൻ നല്ല കാഴ്ച കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ധോളഗിരി മലനിരയുടെ. ട്രഡീഷണൽ ലുക്കുള്ള പല ഹോട്ടലുകൾ ഇതിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആണ്. ഈ നിലത്തോട്ടൊക്കെ നിങ്ങൾ നോക്കിയേ എത്ര ക്ലീൻ ആക്കിയാണ് ഇട്ടേക്കുന്നത് എന്നുള്ളത്. നോ വേസ്റ്റ്, ചവച്ച് തുപ്പിയ സാധനങ്ങളില്ല, അങ്ങനെ ഒരു കാര്യങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ വരുന്ന ആളുകൾക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. ഇവിടെ നിന്നാണ് നമ്മൾ വിളിച്ചത് അല്ലല്ലേ? പിന്നെ വേണമെങ്കിൽ സൈഡിൽ വരെ വേണമെങ്കിൽ കിടക്കാൻ കേട്ടോ. അങ്ങനെ കിടക്കാമെന്നല്ല, അത്രയ്ക്ക് വൃത്തിയുണ്ട് എന്നുള്ളതാണ് കേട്ടോ ഞാൻ പറയുന്നത്. നമസ്തേ, ഹായ് ഹായ് ഹായ്. കുറേ ടൂറിസ്റ്റുകൾ കാണാൻ നിങ്ങൾക്ക് ഇത് ഉണ്ടെങ്കിൽ റൈഡേഴ്സ് ആയിട്ടുള്ള കുറേ ആളുകൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. അല്ലാതെ പുറത്തേക്കൂടി അങ്ങ് ജോംസങ് പോകുന്ന ആളുകൾ ഇങ്ങോട്ട് കയറില്ല. കാരണം പുറത്ത് ബൈപ്പാസ് വഴിയുള്ളതുകൊണ്ട്, നമസ്തേ, ബൈപ്പാസ് വഴിയുള്ളതുകൊണ്ട് കയറാൻ പറ്റത്തില്ല. പക്ഷേ അല്ലാതെ വരുന്ന റൈഡേഴ്സൊക്കെ ആയിട്ടുള്ള ആളുകൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി ഇതിൻ്റെ ഉള്ളിൽ ഈ സൈഡിലൊക്കെ വണ്ടി പാർക്ക് ചെയ്ത് ഇതിൻ്റെ ഇരുവശങ്ങളിലും ഹോം സ്റ്റേകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അവിടെയൊക്കെ താമസിച്ച് ഒരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇവിടെ ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ഉണ്ട്. അവിടെ നിന്ന് ലാമമാർ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. നമസ്തേ. ഈ ഒരു ബിൽഡിങ്ങുകളുടെയൊക്കെ ഉണ്ടല്ലോ, ഇതിലെ നേരെയുള്ള മെയിൻ വഴി, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് അകത്തേക്ക് വേറെയും വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ വഴികളുണ്ട്. അപ്പോൾ അതുവഴി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പല വീടുകളിലേക്കും എത്തിച്ചേരും കേട്ടോ. അത് കൊള്ളാലോ. ഇതങ്ങനെ കയറി പോകുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ ഒരു ബിൽഡിങ്ങുകളൊക്കെ പണിതേക്കുന്നുണ്ടോ നിങ്ങൾ? ഇവിടെ കിട്ടുന്ന ആ ഒരു സ്ലേറ്റ് ടൈപ്പ് കല്ലുകളില്ലേ, പല ആകൃതിയിലുള്ള ആ സാധനമാണ് ഇവർ അടുക്കി വെച്ചിട്ട്, സിമെൻ്റ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, കറക്റ്റ് നല്ല രീതിയിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഇടയിൽ ഇതെന്തത്, എന്തോ സംതിങ് അങ്ങനെ എന്തൊരു സാധനമുണ്ട്. സിമെൻ്റ് ഇല്ല, പക്ഷേ അങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ ഇടഭാഗങ്ങളിൽ ഇതുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ മരത്തിൻ്റെ പീസുകൾ പല ഭാഗത്തായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് അതിന് കുമ്മായൊക്കെ പൂശി സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ടല്ലോ സൈഡിലായിട്ട് കൃഷിയിടത്തിലേക്കൊക്കെ വേണ്ട വെള്ളം ഒഴുകി വരുന്ന ആ ഒരു ചാല് കണ്ടങ്ങൾ, അതുവരെ നല്ല വൃത്തിയിൽ തേച്ച് സെറ്റാക്കി, വൃത്തികേടുകളൊന്നുമില്ല, സ്മെല്ലില്ല, ഒന്നുമില്ല, റെഡിയാക്കിയിട്ടുണ്ട്. പല ടൂറിസ്റ്റുകളും ഇങ്ങനെ ഇതുവഴി നടന്ന് ഈ ഒരു കാഴ്ചകൾ കാണാനായിട്ട് പോകുന്നുണ്ട്. നടന്ന് നമ്മളുണ്ടല്ലോ ആ ഒരു മന്ദിരം പോലെ അങ്ങ് ദൂരേന്ന് കണ്ടില്ലായിരുന്നു. അതൊരു പാറേൻ്റെ അവിടെ ശരിക്കും ഒരു ത്രികോണത്തിലുള്ളൊരു പാറയാണ്, ഒരു മന്ദിരത്തിൻ്റെ രൂപത്തിലുള്ളത്. അപ്പോൾ അതിനിങ്ങനെ പെയിൻ്റ് അടിച്ചേക്കുന്നതാണ്. അതാണ് നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ മന്ദിരം പോലെ കാണുന്നത്. പണ്ട് കാലത്ത് ഇവരുടെ വീടേ ഇതിനോട് ചേർന്നിട്ട് ഇത് കണ്ടോ, ഈ ഒരു മലനിരകളിലായിരുന്നു കേട്ടോ. മലയുടെ സൈഡിൽ ഇങ്ങനെ ഈ ഒരു രീതിയിൽ പണിതേക്കുന്നത്. നമ്മൾ മറ്റേ അവിടെയൊന്നും കണ്ട പോലെ അല്ല, അത് അങ്ങ് ദൂരെയായിട്ട് ആ ഒരു മലയുടെ താഴെയൊക്കെ ഉണ്ടല്ലോ, കണ്ടല്ലോ നിങ്ങൾ, ആ ഒരു കേവ് പോലെയൊക്കെ ആക്കിയിട്ട് അവിടെയെല്ലാം വീടുകൾ പണിതിട്ടുണ്ട്. ശരിക്കും കുറേ പുരാതനമായിട്ടുള്ള ഒരു ഗ്രാമത്തിലേക്ക് വന്ന പോലെ ഉണ്ട് കേട്ടോ മർഫ. നൈസ്. വരുന്ന ടൂറിസ്റ്റുകളിൽ പലരും ഉണ്ടല്ലോ, അതുകൊണ്ടെങ്കിൽ അങ്ങനെ മല കയറി ഇതുവഴി ഇങ്ങനെ പോയിട്ട് ആ ഒരു മന്ദിരത്തിൻ്റെ താഴെ, അത് കഴിഞ്ഞിട്ട് മന്ദിരം കഴിഞ്ഞ് വീണ്ടും അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതുണ്ടെങ്കിൽ അങ്ങ് അവിടെയായിട്ടൊരു വ്യൂ പോയിൻ്റ്, ഐ ലവ് മാർഫേൻ്റെ ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ആപ്പിളാണ് കേട്ടോ. കൊള്ളാലോ, ആപ്പിളിൻ്റെ ഒരു ഇതൊക്കെ വെച്ചിട്ട് ഒരു വ്യൂ പോയിൻ്റ് അവിടെ കാണുന്നുണ്ട്.
അപ്പോൾ അവിടെ പോയി നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ച് നടന്ന് വരാവേ. ഒരു ദിവസം മാർഫയിൽ സ്പെൻഡ് ചെയ്യാനുള്ള വഴി എങ്ങനെയുണ്ട്? പിന്നെ അവിടെ മാത്രമല്ല, അത് അങ്ങ് ദൂരെ ആ ഒരു ഭാഗത്തായിട്ട് അവിടെ മറ്റൊരു വ്യൂ പോയിൻ്റ് ആണോ സംതിങ് എന്തോ ഒരു സാധനം അവിടെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളുടെ മർഫ വരെയുള്ള ഈ ഒരു യാത്ര? മർഫ വില്ലേജിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്കും ഇവിടുത്തെ രാത്രിയുടെ കാഴ്ച എത്രമാത്രം, അതായത് ഈ ഒരു ഹിസ്റ്റോറിക്കൽ ടൗണിൻ്റെ രാത്രികാല കാഴ്ച എങ്ങനെയായിരിക്കും എന്നുള്ള വിശേഷങ്ങളൊക്കെ തപ്പാനായിട്ട് ഞാൻ ഇനിയിപ്പോൾ ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത എപ്പിസോഡിൽ വന്നാലോ? കാരണം ഇന്നിപ്പോൾ ഇത് ഒരുപാട് ലെങ്തിയായി. എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവുക. യാത്രകൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ചെറിയ ചെറിയ അഭിപ്രായങ്ങളാണെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് എന്നെ അതൊന്ന് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. സ്നേഹം മാത്രം. ബൈ ബൈ. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ.